അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം അധ്യായം 1. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോഥെയോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസത്തിന്റെയും ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങളുടെ സകല കഷ്ടതകളിലും അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആശ്വാസത്താൽ ഏത് കഷ്ടതയിലും ആയിരിക്കുന്നവരെ സഹായിപ്പാൻ ഞങ്ങൾ പ്രാപ്തരായിരിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടതകൾ ഞങ്ങളിൽ വർദ്ധിക്കുന്നതുപോലെ തന്നെ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധിയുള്ളവരായിത്തീരുന്നു. ഞങ്ങൾ ഉപദ്രവം സഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നുവെങ്കിൽ അതും നിങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടി തന്നെ. തൽഫലമായി ഞങ്ങൾ സഹിക്കുന്ന അതേ കഷ്ടതകൾ ക്ഷമയോടെ സഹിക്കുവാനുള്ള പ്രാപ്തി നിങ്ങൾക്കും ലഭിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതകളിൽ എന്ന പോലെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കാളികളാകുന്നുവെന്ന് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. സഹോദരരെ, ആസിയയിൽ ഞങ്ങൾ സഹിച്ച ഉപദ്രവങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശപ്പെടുമാറ് ഞങ്ങളുടെ കഴിവിനപ്പുറമായി ഞങ്ങൾ ഭാരപ്പെട്ടിരുന്നു. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നതായി തന്നെ ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ഞങ്ങൾ ആശ്രയിക്കേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. ഇത്ര വലിയ മരണവിപത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിടുവിച്ചു, മേലിലും വിടുവിക്കും. ഞങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവം ഭാവിയിലും ഞങ്ങളെ വിടുവിക്കുന്നവൻ തന്നെ. പ്രാർത്ഥനയാൽ നിങ്ങളും ഞങ്ങൾക്ക് തുണ നൽകുന്നുവല്ലോ. അനേകം പേരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം ഞങ്ങളെ കൃപയോടെ സഹായിച്ചിരിക്കുന്നു. അത് നിമിത്തം അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അവിടത്തേക്ക് സ്തോത്രം ചെയ്യുവാനിടയാകും. ഞങ്ങൾ ലോകത്തിൽ ജീവിച്ചതും വിശേഷാൽ നിങ്ങളോട് ഇടപെട്ടതും ദൈവത്തിൽ നിന്നുള്ള വിശുദ്ധിയോടും ആത്മാർത്ഥതയോടും കൂടെ ആയിരുന്നുവെന്ന് ഞങ്ങളുടെ മനസാക്ഷി സാക്ഷ്യം പറയുന്നു. ഇതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ലൗകികമായ ജ്ഞാനത്താലല്ല, ദൈവകൃപയാലത്രേ ഞങ്ങൾക്ക് അത് സാധ്യമായി തീർന്നത്. നിങ്ങൾക്ക് വായിക്കാനോ ഗ്രഹിക്കാനോ കഴിയാത്തതൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുവാൻ ഇടയാകുന്നതുപോലെ നിങ്ങൾ ഞങ്ങളെക്കുറിച്ചും അഭിമാനിക്കുവാൻ ഇടയാകും. ഞങ്ങളെക്കുറിച്ച് ഭാഗികമായി മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾ ഇത് പൂർണ്ണമായി മനസ്സിലാക്കുമെന്നാണ് എന്റെ പ്രത്യാശ. ഈ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ മുമ്പ് തന്നെ നിങ്ങളെ സന്ദർശിക്കണമെന്നും ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാമതും പ്രയോജനമുണ്ടാകണമെന്നും ഉദ്ദേശിച്ചത്. മാസിഡോണിയയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ സന്ദർശിക്കണമെന്നും അവിടെ നിന്നുള്ള മടക്കയാത്രയിൽ വീണ്ടും നിങ്ങളുടെ അടുക്കലെത്തി നിങ്ങളാൽ യഹൂദയിലേക്ക് യാത്രയാക്കപ്പെടണമെന്നും ആയിരുന്നു എന്റെ തീരുമാനം. ചാഞ്ചല്യത്തോടെയാണോ ഞാൻ ഈ തീരുമാനമെടുത്തത്? ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ഒരേ സമയം പറയത്തക്കവണ്ണം കേവലം മാനുഷിക രീതിയിലോ ഞാൻ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്? നിങ്ങളോടുള്ള ഞങ്ങളുടെ വാക്ക് ഒരേ സമയം ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരുന്നില്ല എന്ന് ദൈവത്തിന്റെ വിശ്വസ്തതയെ ചൊല്ലി ഞാൻ പറയുന്നു. ഞാനും സിൽവാനോസും തിമോഥെയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരുന്നില്ല. തന്നിൽ എല്ലായ്പ്പോഴും ഉവ്വ് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടായിരുന്നാലും അവയെല്ലാം ക്രിസ്തുവിൽ ഉവ്വ് എന്ന് തന്നെ. അതുകൊണ്ടത്രേ ഞങ്ങൾ ദൈവമഹത്വത്തിനായി ക്രിസ്തുവിലൂടെ ആമേൻ പറയുന്നത്. ഞങ്ങളെയും നിങ്ങളെയും ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുന്നവനും നമ്മെ അഭിഷേകം ചെയ്തവനും ദൈവം തന്നെ. അവിടുന്ന് നമ്മുടെ മേൽ തന്റെ മുദ്ര പതിക്കുകയും അച്ചാരമായി തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ നന്മ കരുതിയാണ് ഞാൻ കൊരിന്തിലേക്ക് വരാതിരുന്നത്. അതിന് ദൈവം സാക്ഷി. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ ആധിപത്യം ചെലുത്തുന്നില്ല. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാകയാൽ നിങ്ങളുടെ സന്തോഷത്തിനായി ഞങ്ങൾ നിങ്ങളോടൊത്ത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ അധ്യായം 2. വേദനയുളവാക്കുന്ന മറ്റൊരു സന്ദർശനത്തിനായി നിങ്ങളുടെ അടുക്കൽ വരരുതെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചാൽ ഞാൻ വേദനിപ്പിച്ച നിങ്ങൾ തന്നെയല്ലാതെ എന്നെ ആശ്വസിപ്പിക്കാൻ മറ്റാരാണുള്ളത്? എന്നെ സന്തോഷിപ്പിക്കേണ്ടവർ നിമിത്തം ഞാൻ ദുഃഖിതനായി തീരാതിരിക്കേണ്ടതിനാണ് ഞാൻ അപ്രകാരം നിങ്ങൾക്ക് എഴുതിയത്. എന്റെ സന്തോഷം നിങ്ങളുടെ എല്ലാം സന്തോഷം തന്നെയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മഹാദുഃഖത്തോടും ഹൃദയവ്യഥയോടും വളരെ കണ്ണുനീരോടും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അത് നിങ്ങളെ ദുഃഖിപ്പിക്കുവാനല്ല, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്ര ആഴമേറിയത് എന്ന് നിങ്ങൾ ഗ്രഹിക്കേണ്ടതിനാണ്. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെയല്ല, അതിശയോക്തി കൂടാതെ പറഞ്ഞാൽ ഒരളവ് വരെ നിങ്ങളെ എല്ലാവരെയുമാണ് ദുഃഖിപ്പിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷം പേർ
അവന് നൽകിക്കഴിഞ്ഞ ശിക്ഷ ധാരാളം മതി. ഇനി അവൻ അതിരറ്റ ദുഃഖത്തിൽ ആണ്ടുപോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയുമാണ് വേണ്ടത്. ആകയാൽ അവനോടുള്ള സ്നേഹം നിങ്ങൾ ഉറപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ താൽപര്യപ്പെടുന്നു. ഞാൻ നിങ്ങൾക്ക് എഴുതിയത് തന്നെ നിങ്ങൾ എല്ലാറ്റിലും അനുസരണം പാലിക്കുമോ എന്ന് പരീക്ഷിക്കേണ്ടതിനായിരുന്നു. നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ വല്ലതും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ക്ഷമിച്ചിരിക്കുന്നത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. നാം അവന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലോ. ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ ത്രോവാസിലെത്തിയപ്പോൾ കർത്താവ് എനിക്ക് ഒരു വാതിൽ തുറന്നു തന്നു. എന്നാൽ എന്റെ സഹോദരനായ തീത്തോസിനെ അവിടെ കാണാഞ്ഞതുകൊണ്ട് എനിക്ക് ഉള്ളിൽ സ്വസ്ഥതയുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മാസിഡോണിയയിലേക്ക് പോയി. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും ഞങ്ങളിലൂടെ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ പരിമളം എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഇടയിൽ ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവേശുവിന്റെ പരിമളമാകുന്നു. നശിച്ചു പോകുന്നവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ഗന്ധം, രക്ഷിക്കപ്പെടുന്നവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യം. എന്നാൽ ഇതിന് ആരാണ് പ്രാപ്തൻ? പലരും ചെയ്യുന്നത് പോലെ ഞങ്ങൾ ദൈവവചനത്തെ ഒരു വാണിഭമാക്കുന്നില്ല. മറിച്ച് ദൈവത്താൽ അയക്കപ്പെട്ടവർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. 2 കൊരിന്ത്യർ അധ്യായം 3. ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്കായി തന്നെ ശുപാർശ നടത്തുകയോ മറ്റു ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളിൽ നിന്ന് ശുപാർശ കത്തുകൾ വാങ്ങുവാനോ നിങ്ങൾക്ക് ശുപാർശ കത്തുകൾ നൽകുവാനോ ഞങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ കത്ത്. അത് നിങ്ങളുടെ ഹൃദയത്തിന്മേൽ എഴുതിയിട്ടുള്ളതും എല്ലാവരും അറിയുകയും വായിക്കുകയും ചെയ്യുന്നതുമത്രേ. ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിന്റെ കത്ത് ആയി നിങ്ങൾ വെളിപ്പെടുന്നു. അത് എഴുതിയിരിക്കുന്നത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാലാണ്, കൽപ്പലകകളിലല്ല, മനുഷ്യ ഹൃദയങ്ങളെന്ന പലകകളിന്മേലത്രേ. ഈ വിധത്തിലുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ക്രിസ്തു മുഖാന്തരം ദൈവസന്നിധിയിലുണ്ട്. ഞങ്ങളിൽ എന്തെങ്കിലും മേന്മയുള്ളതായി അവകാശപ്പെടാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്ന് വരുന്നു. അവിടുന്ന് ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരായിരിക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ അല്ല, ആത്മാവിന്റെ തന്നെ ശുശ്രൂഷക്കാർ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണത്തിന്റെ ശുശ്രൂഷ തേജസ്സോടെയാണ് വെളിപ്പെട്ടത്. അതിന്റെ തേജസ് മാഞ്ഞു പോകുന്നതായിരുന്നിട്ടും മോശയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഇസ്രയേല്യർക്ക് സാധ്യമല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായിരിക്കയില്ലേ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലേ? ഒരിക്കൽ തേജസ്സുണ്ടായിരുന്നത് അതിമഹത്തായ ഇപ്പോഴത്തെ തേജസ് മൂലം തേജസ്സില്ലാത്തതായി തീർന്നിരിക്കുന്നു. മാഞ്ഞു പോകുന്നത് തേജസ്സോടെ വന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. ഇങ്ങനെയൊരു പ്രത്യാശയുള്ളതുകൊണ്ട് നാം വളരെ ധൈര്യശാലികളായിരിക്കുന്നു. മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മുഖ തേജസ് ഇസ്രായേലിയർ കാണാതിരിക്കുവാൻ മോശ തന്റെ മുഖം മൂടുപടം കൊണ്ട് മറച്ചു. നമ്മുടെ സ്ഥിതി അങ്ങനെയല്ല. എന്നാൽ ഇസ്രായേലിയരുടെ മനസ്സ് കഠിനമായി പോയിരുന്നു. പഴയ ഉടമ്പടി വായിക്കുമ്പോഴൊക്കെയും അതേ മൂടുപടം ഇന്നും മാറാതെ ശേഷിക്കുന്നു. അത് ക്രിസ്തുവിൽ മാത്രമാണ് നീങ്ങിപ്പോകുന്നത്. ഇന്നുവരെയും മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഒരു മൂടുപടം അവരുടെ ഹൃദയങ്ങളിൽ ശേഷിക്കുന്നു. എന്നാൽ ഒരുവൻ കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നവരായ നാം ആത്മാവായ കർത്താവിൽ നിന്നുള്ള തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവിടുത്തെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. 2 കൊരിന്ത്യർ അധ്യായം 4. ദൈവത്തിന്റെ കരുണയാൽ ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. തന്നെയുമല്ല, ലജ്ജാകരമായ രഹസ്യങ്ങളെ ഞങ്ങൾ പരിത്യജിക്കുന്നു. ചതിവ് പ്രയോഗിക്കുകയോ ദൈവത്തിന്റെ വചനം കോട്ടിക്കളയുകയോ ചെയ്യാതെ സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ എല്ലാവരുടെയും മനസ്സാക്ഷിക്ക് സ്വീകാര്യരായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷം മൂടുപടത്താൽ മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമാണ്. ദൈവപ്രതിരൂപമായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ വെളിച്ചം തങ്ങളുടെ മേൽ പ്രകാശിക്കാതിരിക്കത്തക്കവണ്ണം ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് അന്ധമാക്കിയിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെക്കുറിച്ചല്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടുന്ന് കർത്താവെന്നും ഞങ്ങൾ യേശു നിമിത്തം നിങ്ങളുടെ ദാസരെന്നും പ്രസംഗിക്കുന്നു. ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കട്ടെ.
എന്ന് കൽപ്പിച്ച ദൈവം ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനമാകുന്ന പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എന്നാൽ സർവോന്നതമായ ഈ ശക്തി ഞങ്ങളിൽ നിന്നുള്ളതല്ല, ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ളതാണെന്ന് വെളിപ്പെടേണ്ടതിന് ഈ നിക്ഷേപം മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കം അനുഭവിക്കുന്നുണ്ട്, എങ്കിലും തകർന്നു പോകുന്നില്ല. ആശങ്കാകുലർ എങ്കിലും നിരാശപ്പെടുന്നില്ല. പീഡിതർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. അടിയേറ്റ് വീഴുന്നുണ്ട്, എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരങ്ങളിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരങ്ങളിൽ വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവനോടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ യേശു നിമിത്തം എപ്പോഴും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ അതേ ആത്മാവിനാൽ ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടൊപ്പം തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഇതെല്ലാം നിങ്ങളുടെ പ്രയോജനത്തിനായി തന്നെ അധികമധികം ആളുകൾക്ക് കൃപ ലഭിക്കുവാനും അതുനിമിത്തം ദൈവമഹത്വത്തിനായി അവരിൽ നിന്ന് സ്തുതിസ്തോത്രങ്ങൾ നിറഞ്ഞു കവിയുവാനും ഇടയാകുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും ആന്തരിക മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ലഘുവും ക്ഷണികവുമായ ഞങ്ങളുടെ കഷ്ടതകൾ അത്യന്തം ഘനമേറിയ നിത്യ തേജസ് ഞങ്ങൾക്ക് നേടിത്തരുന്നു. അതുകൊണ്ട് കാണുന്നതിനെയല്ല, കാണാത്തതിനെ തന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. 2 കൊരിന്ത്യർ അധ്യായം 5. ഞങ്ങളുടെ ഭൗമിക കൂടാരം അഴിഞ്ഞുപോയാൽ മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്ത നിത്യഭവനമായി ദൈവികദാനമായ ഒരു കെട്ടിടം സ്വർഗ്ഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ സ്വർഗീയ വാസസ്ഥാനത്തെ ധരിക്കുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഈ ഭവനത്തിൽ ഞങ്ങൾ ഞരങ്ങുന്നു. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. മർത്യമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ വസ്ത്രഹീനരായിരിക്കാതെ സ്വർഗീയമായതിനെ ധരിച്ചവരായിരിക്കാൻ വാഞ്ചിക്കുന്നു. അതുകൊണ്ട് ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ സന്നദ്ധരാക്കിയതും വരുവാനുള്ളതിന്റെ അച്ചാരമായി ആത്മാവെന്ന നിക്ഷേപം ഞങ്ങൾക്ക് നൽകിയതും ദൈവമാണ്. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടിരിക്കുന്നു. ഈ ശരീരത്തിൽ വസിക്കുന്ന കാലത്തോളം ഞങ്ങൾ കർത്താവിൽ നിന്ന് അകലെ ആയിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ ജീവിക്കുന്നത്. ഈ ഉറപ്പോടെ ശരീരം വിട്ടകന്ന് കർത്താവിനോടുകൂടെ വസിക്കാൻ ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കുകയാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം. ഓരോ വ്യക്തിയും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത നന്മയ്ക്കോ തിന്മയ്ക്കോ തക്കവണ്ണം പ്രാപിക്കുവാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. കർത്താവിനെ ഭയപ്പെടുക എന്നത് എന്തെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങളെ ദൈവം നന്നായി അറിയുന്നു. നിങ്ങളുടെ മനസാക്ഷിക്കും അത് വ്യക്തമാണല്ലോ. ഞങ്ങൾ പിന്നെയും നിങ്ങളോട് ഞങ്ങളെ തന്നെ പ്രശംസിച്ചു പറയുകയല്ല, പിന്നെയോ ഞങ്ങളെപ്പറ്റി അഭിമാനിക്കാൻ നിങ്ങൾക്ക് അവസരം തരികയാണ്. ഞങ്ങൾ സുബോധം ഇല്ലാത്തവരെങ്കിൽ അത് ദൈവത്തിനു വേണ്ടിയാണ്, സുബോധമുള്ളവരെങ്കിലോ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചുവെന്നും അതുകൊണ്ട് എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ജീവിക്കുന്നവർ ഇനിമേൽ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവന് വേണ്ടി തന്നെ ജീവിക്കേണ്ടതിന് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ മുതൽ ഞങ്ങൾ ജഡപ്രകാരം ആരെയും വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിരുന്നുവെങ്കിലും ഇനിമേൽ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അയാൾ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് നീങ്ങിപ്പോയി പുതിയത് വന്നിരിക്കുന്നു. ഇവയെല്ലാം ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അവിടുന്ന് ഞങ്ങളെ ക്രിസ്തു മുഖാന്തരം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യരുടെ പാപങ്ങളെ അവർക്കെതിരായി കണക്കാക്കാതെ ക്രിസ്തു മുഖാന്തരം ലോകത്തെ തന്നോട് തന്നെ നിരപ്പിച്ചു പോന്നു. നിരപ്പിന്റെ സന്ദേശം അവിടുന്ന് ഞങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിനു വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് ദൈവം തന്നെ ഞങ്ങളിലൂടെ അപേക്ഷിക്കുന്നതാണ്. ദൈവം പാപരഹിതനെ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു, തന്നിലൂടെ നാം ദൈവത്തിന് നീതിയാകേണ്ടതിന് തന്നെ. 2 കൊരിന്ത്യർ അധ്യായം 6. ദൈവത്തിന്റെ സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ പ്രാപിച്ച ദൈവകൃപ വ്യർത്ഥമാക്കരുത്.
പ്രസാദകാലത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു ദൈവത്തിന്റെ സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ഞങ്ങളുടെ ശുശ്രൂഷയെ ആരും പഴിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും പ്രതിബന്ധം സൃഷ്ടിക്കുന്നില്ല. ഞങ്ങൾ എല്ലാവിധത്തിലും ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് മഹാസഹിഷ്ണുതയിലൂടെ ഞങ്ങളെ തന്നെ കാണിക്കുന്നു. കഷ്ടതകൾ, വൈഷമ്യങ്ങൾ, ദുരിതങ്ങൾ, തല്ല്, തടങ്കൽ, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി എന്നിവയിലും നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ എന്നിവയിലും പരിശുദ്ധാത്മാവിലും ആത്മാർത്ഥ സ്നേഹത്തിലും സത്യഭാഷണത്തിലും ദൈവശക്തിയിലും തന്നെ ഞങ്ങൾ ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് മാനാപമാനങ്ങളിലൂടെയും ദുഷ്കീർത്തി സൽകീർത്തികളിലൂടെയും കടന്നുപോകുന്നു. പരമാർത്ഥികളെങ്കിലും വഞ്ചകരായും അറിയപ്പെടുന്നവരെങ്കിലും അറിയപ്പെടാത്തവരായും കരുതപ്പെടുന്നു. ഞങ്ങൾ മരിക്കുന്നുവെങ്കിലും ജീവിക്കുന്നു, അടി കൊള്ളുന്നുവെങ്കിലും കൊല്ലപ്പെടുന്നില്ല. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നു, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവർ തന്നെ. കൊരിന്ത്യരെ, ഞങ്ങൾ നിങ്ങളോട് തുറന്ന് സംസാരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾക്ക് പരിമിതിയില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് അതുള്ളത്. മക്കളോടെന്ന പോലെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളും ഹൃദയവിശാലതയുള്ളവരായിരിക്കുവിൻ. അവിശ്വാസികളുമായി ചേർച്ചയില്ലാത്ത പങ്കാളിത്തമരുത്. നീതിക്കും ദുഷ്ടതയ്ക്കും തമ്മിൽ എന്താണ് യോജിപ്പ്? വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ എന്തു കൂട്ടായ്മ? ക്രിസ്തുവിനും ബേലിയാലിനും തമ്മിൽ ഐക്യമോ? വിശ്വാസിക്കും അവിശ്വാസിക്കും പൊതുവായിട്ട് എന്താണുള്ളത്? ദൈവത്തിന്റെ ആലയവും വിഗ്രഹങ്ങളും തമ്മിൽ എന്തു ബന്ധം? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരോടുകൂടെ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ അവരുടെ ഇടയിൽ നിന്ന് പുറത്തു വന്ന് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. 2 കൊരിന്ത്യർ അധ്യായം 7. പ്രിയ സ്നേഹിതരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തെയും ആത്മാവിനെയും മലിനമാക്കുന്ന എല്ലാറ്റിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തിൽ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾക്ക് ഇടം നൽകുവിൻ. ഞങ്ങൾ ആരോടും അന്യായം പ്രവർത്തിച്ചിട്ടില്ല, ആരെയും ദുഷിപ്പിച്ചില്ല, ആരെയും ചൂഷണം ചെയ്തിട്ടുമില്ല. നിങ്ങളെ കുറ്റം വിധിക്കുവാനല്ല ഞാനിത് പറയുന്നത്. ഞങ്ങൾ നിങ്ങളോടുകൂടെ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുവെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ അത്യന്തം അഭിമാനിക്കുന്നു. എനിക്ക് വളരെ ധൈര്യം ലഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതകളിലെല്ലാം ഞാൻ അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു. മാസിഡോണിയയിൽ വന്നപ്പോൾ ഞങ്ങളുടെ ശരീരത്തിന് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. മറിച്ച് എല്ലാ തരത്തിലും പീഡനമാണുണ്ടായത്. പുറമെ സംഘർഷം, ഉള്ളിൽ ഭയം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവന്റെ വരവ് മാത്രമല്ല, നിങ്ങൾ അവന് നൽകിയ ആശ്വാസവും അതിന് കാരണമായി തീർന്നു. എന്നെ കാണാനുള്ള നിങ്ങളുടെ അഭിവാഞ്ചയും തീവ്ര ദുഃഖവും എന്നെക്കുറിച്ചുള്ള ഉറ്റ കരുതലും അവൻ ഞങ്ങളെ അറിയിച്ചു. അങ്ങനെ എന്റെ സന്തോഷം അധികം വർദ്ധിച്ചു. ലേഖനത്താൽ ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്കതിൽ ഖേദമില്ല. ആ ലേഖനം നിങ്ങളെ അല്പസമയത്തേക്ക് മുറിപ്പെടുത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കതിൽ ഖേദമുണ്ടായിരുന്നുവെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിലല്ല, നിങ്ങളുടെ ദുഃഖം നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ചുവെന്നതിലാണ് എന്റെ സന്തോഷം. ദൈവഹിതപ്രകാരം നിങ്ങൾ ദുഃഖിച്ചതിനാൽ ഞങ്ങൾ മൂലം നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായില്ല. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം ഉളവാക്കുന്നു. അതിനെപ്പറ്റി ഖേദിക്കേണ്ടി വരുന്നില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നതാണ്. ദൈവികമായ ഈ ദുഃഖം നിങ്ങളിൽ എത്ര ഉത്സാഹമുളവാക്കി! നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ എത്ര ശുഷ്കാന്തി, എത്ര ധാർമ്മിക രോഷം, എത്ര ഭയം, എത്ര അഭിവാഞ്ച, എത്ര തീഷ്ണത, എത്ര നീതിബോധം! ഇതിൽ നിങ്ങൾ എത്ര നിഷ്കളങ്കരെന്ന് സ്വയം തെളിയിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കെഴുതിയെങ്കിലും അത് ആ ദ്രോഹം പ്രവർത്തിച്ചവൻ നിമിത്തമോ ദ്രോഹിക്കപ്പെട്ടയാൾ നിമിത്തമോ ആയിരുന്നില്ല. അതിലുപരിയായി ഞങ്ങളോട് നിങ്ങൾക്കുള്ള സ്നേഹാദരങ്ങൾ എത്രയെന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയായിരുന്നു. ഇതെല്ലാം ഞങ്ങളെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച പ്രോത്സാഹനത്തിന് പുറമെ നിങ്ങൾ തീത്തോസിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചതുമൂലം അവനുണ്ടായ സന്തോഷം നിമിത്തവും ഞങ്ങൾ അത്യന്തം ആനന്ദിച്ചു. ഞാൻ
നിങ്ങളെക്കുറിച്ച് പ്രശംസിച്ച് അവനോട് സംസാരിച്ചിരുന്നു. ഇതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ചതെല്ലാം സത്യമായിരുന്നതുപോലെ തീത്തോസിനോട് നിങ്ങളെപ്പറ്റി പ്രശംസിച്ചതും സത്യമെന്ന് തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എത്ര അനുസരണമുള്ളവരായിരുന്നുവെന്നും എത്ര ഭയത്തോടും വിറയലോടും കൂടെയാണ് നിങ്ങൾ അവനെ സ്വീകരിച്ചതെന്നും ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവന്റെ സ്നേഹം വളരെ വർദ്ധിക്കുന്നു. നിങ്ങളിൽ സമ്പൂർണ്ണ വിശ്വാസം അർപ്പിക്കാമെന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. 2 കൊരിന്ത്യർ അധ്യായം 8. സഹോദരരെ, മാസിഡോണിയയിലെ സഭകൾക്ക് ദൈവം നൽകിയ കൃപയെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഷ്ടതയുടെ വലിയ ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും കഠിന ദാരിദ്ര്യവും ഔദാര്യത്തിന്റെ ഒരു വലിയ സമ്പത്തായി കവിഞ്ഞൊഴുകുവാൻ ഇടയായി. അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിനപ്പുറവും ദാനം ചെയ്തു എന്നതിന് ഞാൻ സാക്ഷി. വിശുദ്ധർക്ക് വേണ്ടിയുള്ള ഈ ശുശ്രൂഷയിൽ പങ്കുവഹിക്കുക എന്ന പദവിക്കായി അവർ താൽപര്യമായി ഞങ്ങളോട് അപേക്ഷിച്ചു. അതും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതുപോലെയല്ല. അവർ ഒന്നാമത് കർത്താവിനും പിന്നെ ദൈവഹിതപ്രകാരം ഞങ്ങൾക്കും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ തീത്തോസിനോട് അയാൾ തുടങ്ങിവെച്ചിരുന്ന ധർമ്മശേഖരം നിങ്ങളുടെ ഇടയിൽ പൂർത്തിയാക്കണമെന്ന് അപേക്ഷിച്ചു. വിശ്വാസം, പ്രസംഗം, പരിജ്ഞാനം, തികഞ്ഞ ശുഷ്കാന്തി, ഞങ്ങളോടുള്ള സ്നേഹം എന്നിങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മികച്ചു നിൽക്കുന്നതുപോലെ ദാനധർമ്മത്തിന്റെ ഇക്കാര്യത്തിലും ഏറ്റവും മുന്നിലായിരിക്കണം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയല്ല, എന്നാൽ മറ്റുള്ളവരുടെ ശുഷ്കാന്തിയോട് തുലനം ചെയ്ത നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥത പരിശോധിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അവിടുന്ന് സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. അവിടുത്തെ ദാരിദ്ര്യത്തിലൂടെ നിങ്ങൾ സമ്പന്നരായി തീരേണ്ടതിന് തന്നെ. ഈ കാര്യത്തിൽ നിങ്ങൾക്കുള്ള എന്റെ ഉപദേശം ഇതാണ്: ഏറ്റവും ആദ്യം സംഭാവന നൽകിയതും നൽകാൻ ആഗ്രഹിച്ചതും നിങ്ങളാണ്. 1 വർഷം മുമ്പ് നിങ്ങൾ അത് ആരംഭിച്ചു. നിങ്ങൾ ആരംഭിച്ചത് നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം ഇപ്പോൾ പൂർത്തിയാക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇക്കാര്യം ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ ആകാംക്ഷാപൂർവമായ മനസ്സൊരുക്കം അതിന്റെ പൂർത്തീകരണത്തിൽ കൂടി നിറവേറ്റപ്പെടും. ഒരാൾക്ക് താൽപര്യമുള്ള പക്ഷം പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തിക്കനുസരണമായി അയാൾ നൽകുന്ന സംഭാവന സ്വീകാര്യമായിരിക്കും. നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് മറ്റുള്ളവരെ സുഭിക്ഷരാക്കണമെന്നല്ല, സമത്വം ഉണ്ടാകണം എന്നത്രേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സമൃദ്ധി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനും പിന്നീട് അവരുടെ സമൃദ്ധി നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനും സഹായകമാകും. അങ്ങനെ സമത്വമുണ്ടാകും. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അതേ കരുതൽ തീത്തോസിന്റെ ഹൃദയത്തിലും നൽകിയ ദൈവത്തിന് സ്തോത്രം. തീത്തോസ് ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ചുവെന്ന് മാത്രമല്ല, വളരെ ഉത്സാഹത്തോടും സ്വന്തം താൽപര്യത്തോടും കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരികയുമാണ്. ഞങ്ങൾ അയാളോടുകൂടെ ഒരു സഹോദരനെയും അയക്കുന്നു. ആ സഹോദരൻ സുവിശേഷത്തിനു വേണ്ടിയുള്ള തന്റെ ശുശ്രൂഷ നിമിത്തം സകല സഭകളുടെയും പ്രശംസയ്ക്ക് പാത്രമായി തീർന്നിട്ടുള്ളവനാണ്. തന്നെയുമല്ല, കർത്താവിന്റെ മഹത്വത്തിനും നമ്മുടെ സന്മനസ് കാണിപ്പാനുമായി നിർവഹിക്കപ്പെടുന്ന ഈ ശുശ്രൂഷയിൽ തുണയായി ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണ് ഈ സഹോദരൻ. ഈ ഉദാര സംഭാവന കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു വിമർശനവും ഉണ്ടാകരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കർത്താവിന്റെ മുൻപാകെ മാത്രമല്ല, മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് നിർവഹിപ്പാൻ ഞങ്ങൾ ബന്ധപ്പെടുകയാണ്. പല കാര്യങ്ങളിലും ജാഗ്രതയുള്ളവനെന്ന് ഞങ്ങൾ പലപ്പോഴും പരീക്ഷിച്ചറിഞ്ഞ ഞങ്ങളുടെ സഹോദരനെയും അവരോടൊപ്പം അയക്കുന്നു. നിങ്ങളിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം മൂലം ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ഉത്സാഹിയാണ്. തീത്തോസ് എന്റെ കൂട്ടാളിയും നിങ്ങളുടെ ഇടയിൽ എന്റെ സഹപ്രവർത്തകനുമാണ്. മറ്റു സഹോദരരോ സഭകളാൽ അയക്കപ്പെട്ടവരും ക്രിസ്തുവിന്റെ മഹത്വവുമാണ്. അതുകൊണ്ട് ഈ ആളുകളോട് നിങ്ങൾക്കുള്ള സ്നേഹവും നിങ്ങളിൽ ഞങ്ങൾക്കുള്ള അഭിമാനവും സഭകളുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുവിൻ. 2 കൊരിന്ത്യർ അധ്യായം 9. വിശുദ്ധർക്ക് വേണ്ടിയുള്ള ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ട കാര്യമില്ല. സഹായിപ്പാനുള്ള നിങ്ങളുടെ ഉത്സാഹം എനിക്കറിയാം. അഖായയിലുള്ള നിങ്ങൾ കഴിഞ്ഞ വർഷം മുതലേ സംഭാവന ചെയ്യുവാൻ ഉത്സുകരായിരിക്കുന്നുവെന്ന് നിങ്ങളെപ്പറ്റി മാസിഡോണിയക്കാരോട് ഞാൻ പ്രശംസിച്ചുകൊണ്ടാണിരുന്നത്. നിങ്ങളുടെ ഉത്സാഹം അവരെ മിക്കപേരെയും പ്രവർത്തനത്തിന് തൽപരരാക്കിയിരിക്കുന്നു.
ഈ കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കുള്ള അഭിമാനം പൊള്ളയല്ല എന്ന് തെളിയിക്കുവാനും ഞാൻ പറഞ്ഞിരുന്നതുപോലെ നിങ്ങൾ തയ്യാറായിരിക്കുവാനും വേണ്ടിയാണ് സഹോദരരെ അയക്കുന്നത്. മാസിഡോണിയക്കാരായ ആരെങ്കിലും എന്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ച അമിത വിശ്വാസം നിമിത്തം ഞങ്ങൾ ലജ്ജിക്കേണ്ടി വരും. നിങ്ങളുടെ സ്ഥിതി പറയുകയേ വേണ്ട. അതുകൊണ്ട് നിങ്ങളെ മുൻകൂട്ടി സന്ദർശിച്ച് നിങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്ന ഉദാര സംഭാവനയുടെ ക്രമീകരണം പൂർത്തിയാക്കുവാൻ സഹോദരരോട് ആവശ്യപ്പെടണമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അത് വൈമനസ്യത്തോടെയല്ല, ഔദാര്യത്തോടെ നൽകപ്പെടുന്ന ഒരു ദാനമാണെന്ന് വ്യക്തമാകും. ഇത് ഓർത്തുകൊള്ളുക: അല്പം വിതയ്ക്കുന്നവൻ അല്പം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, വൈമനസ്യത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. കാരണം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് തക്കവണ്ണവും സകല സൽപ്രവൃത്തികളിലും വർദ്ധിച്ചു വരത്തക്കവണ്ണവും സമൃദ്ധിയായ അനുഗ്രഹം നൽകുവാൻ ദൈവം പ്രാപ്തനാണ്. അവിടുന്ന് വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കുന്നു. അവിടുത്തെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ വിതയ്ക്കുവാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കുകയും നീതിയുടെ വിളവെടുപ്പ് സമൃദ്ധമാക്കുകയും ചെയ്യും. നിങ്ങൾ എല്ലാ സന്ദർഭത്തിലും ഔദാര്യ മനസ്കരായിരിക്കുവാൻ തക്കവണ്ണം എല്ലാവിധത്തിലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കും. അങ്ങനെ നിങ്ങളുടെ ഔദാര്യ ദാനം ഞങ്ങൾ മുഖേന ദൈവത്തിന് സ്തോത്രാർപ്പണമായി തീരും. നിങ്ങൾ ചെയ്യുന്ന ഈ സേവനം വിശുദ്ധരുടെ ആവശ്യ നിർവഹണം മാത്രമല്ല, ദൈവത്തോടുള്ള അനവധിയായ നന്ദിപ്രകാശനത്തിന്റെ കവിഞ്ഞൊഴുക്കും കൂടിയാണ്. നിങ്ങളുടെ സ്വഭാവം തെളിയിച്ച ഈ ശുശ്രൂഷയുടെ ഫലമായി ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിച്ചതിനെ തുടർന്നുള്ള നിങ്ങളുടെ അനുസരണത്തിനായും നിങ്ങളുടെ ഓഹരി അവർക്കും മറ്റുള്ളവർക്കും പങ്കിടുവാൻ കാണിച്ച സന്മനസ്സിനായും തന്നെ ദൈവം നിങ്ങൾക്ക് തന്ന അളവില്ലാത്ത കൃപനിമിത്തം നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർണ്ണനീയമായ ദാനത്തിനു വേണ്ടി ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ അധ്യായം 10. നിങ്ങളെ അഭിമുഖമായി കാണുമ്പോൾ വിനീതനും അകലെയായിരിക്കുമ്പോൾ ധീരനും എന്ന് നിങ്ങൾ കരുതുന്ന പൗലോസ് എന്ന ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയിലും ശാന്തതയിലും നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. ഞാൻ വരുമ്പോൾ ഞങ്ങൾ ഈ ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് കരുതുന്ന ചിലരോട് ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ധൈര്യം കാണിപ്പാൻ ഇടവരുത്തരുതെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരെങ്കിലും ലോകരെ പോലെ പോരാടുന്നവരല്ല. പോരാട്ടത്തിനുള്ള ഞങ്ങളുടെ ആയുധങ്ങൾ ജഡികമല്ല, നേരെ മറിച്ച് കോട്ടകളെ തകർത്തു കളയുവാൻ തക്ക ദിവ്യശക്തിയുള്ളവയാണ്. ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നുവരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പൂർണ്ണമായി കഴിയുമ്പോൾ ഏത് അനുസരണക്കേടിനും ശിക്ഷ നൽകുവാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കും. നിങ്ങൾ കാര്യങ്ങളെ ബാഹ്യമായി മാത്രമേ കാണുന്നുള്ളൂ. ആരെങ്കിലും ക്രിസ്തുവിനുള്ളവൻ എന്ന് സ്വയം കരുതുന്നുവെങ്കിൽ ഞങ്ങളും അയാളെപ്പോലെ തന്നെ ക്രിസ്തുവിനുള്ളവർ എന്ന് മനസ്സിലാക്കണം. നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല, ആത്മീയമായി പണിതുയർത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അധികാരത്തെ സംബന്ധിച്ച് അല്പം കൂടുതൽ പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജയില്ല. ലേഖനങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നരുത്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ഘനഗംഭീരവും കരുത്തുറ്റവയുമാണ്. എന്നാൽ ശാരീരിക സാന്നിധ്യം മതിപ്പ് തോന്നാത്തതും സംസാരം കഴമ്പില്ലാത്തതുമാണ് എന്ന് ചിലർ പറയുന്നുവല്ലോ. എന്നാൽ അകലെയായിരിക്കുമ്പോൾ ലേഖനങ്ങളിൽ ഞങ്ങൾ പറയുന്നത് തന്നെ ആയിരിക്കും അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന കൂട്ടർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ആത്മപ്രശംസ നടത്തുന്ന ചിലരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനോ അവരോട് ഞങ്ങളെ താരതമ്യപ്പെടുത്തുവാനോ ഞങ്ങൾ തുനിയുന്നില്ല. അവർ തങ്ങളെ തങ്ങളാൽ തന്നെ അളക്കുകയും തങ്ങളോട് തന്നെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വിവേകികളല്ല. ഞങ്ങൾ അതിരുവിട്ട് പ്രശംസിക്കുന്നില്ല. ദൈവം നിയമിച്ചു തന്ന പരിധിയിൽ തന്നെ ഞങ്ങളുടെ പ്രശംസ ഒതുക്കി നിർത്തും. ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രശംസ പരിധിക്കപ്പുറമാകുമായിരുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷവുമായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരെ വന്നുവല്ലോ. മറ്റുള്ളവർ ചെയ്ത പ്രവർത്തനത്തെപ്പറ്റിയും ഞങ്ങൾ പരിധിവിട്ട് അഭിമാനിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തന മേഖല വികസിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തിനപ്പുറമുള്ള മേഖലകളിലും സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങൾക്കിടയാകും. മറ്റൊരാളുടെ മേഖലയിൽ
നടന്ന പ്രവർത്തനം സംബന്ധിച്ച് ഞങ്ങൾ പുകഴുന്നില്ല. പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനാണ് കൊള്ളാവുന്നവൻ. 2 കൊരിന്ത്യർ അധ്യായം 11. എന്റെ അല്പഭോഷത്വം നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ തന്നെ ക്ഷമിക്കുന്നുണ്ടല്ലോ. ദൈവിക തീക്ഷ്ണതയോടെ ഞാൻ നിങ്ങളെപ്പറ്റി ആശങ്കാകുലനായിരിക്കുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തു. എന്നാൽ സർപ്പം ഹവ്വായെ കൌശലത്താൽ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രവും ശുദ്ധവുമായ ഭക്തി വിട്ട് തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങൾ പ്രസംഗിച്ച യേശുവിനെ അല്ലാതെ വേറൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ നേരത്തെ പ്രാപിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരാത്മാവിനെ പ്രാപിക്കുകയോ നേരത്തെ അംഗീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷം സ്വീകരിക്കുകയോ ചെയ്താൽ നിങ്ങൾ വേഗത്തിൽ അതിനോട് ഇണങ്ങിച്ചേരുന്നുണ്ടല്ലോ. അതിശ്രേഷ്ഠരായ ഈ അപ്പോസ്തലന്മാരെക്കാൾ അല്പമെങ്കിലും ഞാൻ താഴ്ന്നവനാണെന്ന് കരുതുന്നില്ല. ഞാൻ പരിശീലനം ലഭിച്ച പ്രസംഗകൻ അല്ലായിരിക്കാം, എങ്കിലും പരിജ്ഞാനമുള്ളവൻ തന്നെ. ഇത് ഞങ്ങൾ എല്ലാവിധത്തിലും നിങ്ങൾക്ക് തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. പ്രതിഫലം പറ്റാതെ ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി എന്നെ തന്നെ താഴ്ത്തിയത് എന്റെ ഭാഗത്ത് ഒരു പാപമായി പോയോ? നിങ്ങളെ ശുശ്രൂഷിപ്പാൻ സാധിക്കേണ്ടതിന് ഞാൻ മറ്റു സഭകളെ കവർന്ന് അവരിൽ നിന്ന് സഹായം സ്വീകരിച്ചു. നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും നിങ്ങളിൽ ആർക്കും ഞാൻ ഭാരമായി തീർന്നിട്ടില്ല. മാസിഡോണിയയിൽ നിന്ന് വന്ന സഹോദരർ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തന്നു. നിങ്ങൾക്ക് ഒരു വിധത്തിലും ഭാരമാകാതെ ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു, മേലിലും സൂക്ഷിക്കും. എന്റെ ഈ പ്രശംസ ഇല്ലാതാക്കുവാൻ അഖായ പ്രദേശങ്ങളിലുള്ള ആർക്കും സാധ്യമല്ല എന്നത് എന്നിലുള്ള ക്രിസ്തുവിൻ സത്യം പോലെ തന്നെ സുനിശ്ചിതമാണ്. അതെന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ടാണോ? ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ദൈവം അറിയുന്നു. ചിലർ അഭിമാനം കൊള്ളുന്ന കാര്യങ്ങളിൽ അവർ ഞങ്ങളോട് സമന്മാർ എന്ന് പരിഗണിക്കപ്പെടുവാൻ അവസരം കാത്തിരിക്കുകയാണ്. അതിനിടകൊടുക്കാതിരിക്കാൻ ഞാൻ ചെയ്തു പോരുന്നത് മേലിലും ചെയ്യും. അവർ കള്ള അപ്പോസ്തലന്മാർ, വഞ്ചകരായ വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം കെട്ടുന്നവർ തന്നെ. സാത്താൻ തന്നെയും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവെങ്കിൽ അതിലെന്തത്ഭുതം! ആകയാൽ അവന്റെ വേലക്കാർ നീതിയുടെ വേഷം ധരിക്കുന്നതിലും ആശ്ചര്യപ്പെടാനില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് തക്കതായിരിക്കും. ഞാൻ വീണ്ടും പറയട്ടെ, എന്നെ ഒരു ഭോഷൻ എന്ന് ആരും കരുതരുത്. കരുതുന്നുവെങ്കിൽ ഒരു ഭോഷനെ എന്ന പോലെ എന്നെ സ്വീകരിച്ചുകൊള്ളുവിൻ. അപ്പോൾ കുറച്ചൊന്ന് പ്രശംസിക്കുവാൻ എനിക്ക് കഴിയുമല്ലോ. ആത്മവിശ്വാസത്തോടെയുള്ള ഈ പ്രശംസയിൽ ഞാൻ കർത്താവിന്റെ ഹിതപ്രകാരമല്ല, ഒരു ഭോഷനെ പോലെയാണ് സംസാരിക്കുന്നത്. ജഡപ്രകാരം പലരും പ്രശംസിക്കുന്നതുകൊണ്ട് ഞാനും പ്രശംസിക്കുന്നു. നിങ്ങൾ ജ്ഞാനികളായിരിക്കെ സന്തോഷപൂർവ്വം ഭോഷന്മാരെ വഹിക്കുന്നുവല്ലോ. വാസ്തവം പറഞ്ഞാൽ ഒരുവൻ നിങ്ങളെ അടിമപ്പെടുത്തുകയോ ചൂഷണം ചെയ്യുകയോ മുതലെടുക്കുകയോ നിങ്ങളുടെ ഇടയിൽ മേധാവി ചമയുകയോ നിങ്ങളുടെ മുഖത്തടിക്കുകയോ ചെയ്താലും നിങ്ങൾ അതെല്ലാം സഹിക്കുന്നു. ഞങ്ങൾക്കതിനുള്ള കഴിവില്ലായിരുന്നു എന്ന് ഞാൻ ലജ്ജയോടെ സമ്മതിക്കുന്നു. മറ്റാരെങ്കിലും പ്രശംസിക്കുവാൻ മുതിരുന്ന കാര്യത്തിൽ ഒരു ഭോഷനെ പോലെ ഞാൻ പറയട്ടെ, ഞാനും പ്രശംസിക്കാൻ മുതിരുന്നു. അവർ എബ്രായരോ? ഞാനും അങ്ങനെ തന്നെ. അവർ ഇസ്രയേല്യരോ? ഞാനും അതെ. അവർ എബ്രഹാമിന്റെ പിൻഗാമികളോ? ഞാനും അതുതന്നെ. അവർ ക്രിസ്തുവിന്റെ ദാസരോ? സുബോധമില്ലാത്തവനെ പോലെ ഞാൻ പറയുന്നു, ഞാൻ മികച്ച ദാസൻ തന്നെ. ഞാൻ അധികം അധ്വാനിച്ചു, ഏറെ തവണ തടങ്കലിലായി, ഏറെ ക്രൂരമായി ചാട്ടയടിയേറ്റു, വീണ്ടും വീണ്ടും മരണഭീതിക്ക് അധീനനായി തീർന്നു. 5 പ്രാവശ്യം യഹൂദരാൽ ഞാൻ ഒന്നുകുറയെ 40 അടിയേറ്റു. 3 തവണ കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറേറ്റു. 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും ഒരു പകലും കടലിൽ കിടന്നു. വിശ്രമമില്ലാതെ യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കൊള്ളക്കാരാലുള്ള ആപത്ത്, സ്വജനത്തിൽ നിന്നുള്ള ആപത്ത്, വിജാതീരിയിൽ നിന്നുള്ള ആപത്ത്, നഗരത്തിലെ ആപത്ത്, വിജനസ്ഥലങ്ങളിലെ ആപത്ത്, സമുദ്രത്തിലെ ആപത്ത്, കള്ള സഹോദരരിൽ നിന്നുള്ള ആപത്ത് എന്നിവയിലെല്ലാം ഞാൻ അകപ്പെട്ടു. ഞാൻ അധ്വാനിക്കുകയും ക്ലേശം സഹിച്ച് പണിയെടുക്കുകയും മിക്കപ്പോഴും ഉറക്കമിളയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വിശപ്പും ദാഹവും സഹിച്ച് ആഹാരമില്ലാതെ വലഞ്ഞു. ശൈത്യവും നഗ്നതയും സഹിക്കേണ്ടി വന്നു. ഇവയ്ക്കെല്ലാം പുറമെ എല്ലാ സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന സമ്മർദ്ദവും ദിനംതോറും ഞാൻ സഹിക്കുന്നു. ആര് ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതിരിക്കുന്നു? ആരിടറിപ്പോയിട്ട് എന്റെ ഹൃദയം എരിയാതിരിക്കുന്നു? എനിക്ക് പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനതകളെ സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും.
എന്നേക്കും വാഴ്ത്തപ്പെടുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ ഞാൻ പറയുന്നത് വ്യാജമല്ല എന്നറിയുന്നു. ദമസ്കോസിൽ വെച്ച് അരേത രാജാവിന്റെ കീഴിലുള്ള ഗവർണർ എന്നെ പിടികൂടുന്നതിനായി ദമസ്ക നഗരത്തിന് കാവലേർപ്പെടുത്തി. എന്നാൽ എന്നെ കുട്ടയിലാക്കി മതിലിലുള്ള ഒരു ജനാലയിലൂടെ താഴേക്ക് ഇറക്കുകയും ഞാൻ അയാളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുകയും ചെയ്തു. 2 കൊരിന്ത്യർ അധ്യായം 12. പ്രശംസ കൊണ്ട് പ്രയോജനമില്ലെങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൽ നിന്നുള്ള ദർശനങ്ങളിലേക്കും വെളിപ്പാടുകളിലേക്കും ഇനി കടക്കട്ടെ. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. 14 വർഷം മുമ്പ് അയാൾ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. അത് ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിഞ്ഞുകൂടാ, ദൈവത്തിനറിയാം. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിഞ്ഞുകൂടാ, ദൈവം അറിയുന്നു. അവാച്യവും ഉച്ചരിച്ചുകൂടാത്തതുമായ കാര്യങ്ങൾ അയാൾ കേട്ടു. ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനിക്കും. എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളുടെ കാര്യത്തിലല്ലാതെ ഞാൻ അഭിമാനിക്കുകയില്ല. പ്രശംസിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഞാൻ ഭോഷനാകുകയില്ല. സത്യമായിരിക്കും ഞാൻ പറയുന്നത്. എങ്കിലും പ്രവർത്തിക്കുന്നതിനും പ്രസ്താവിക്കുന്നതിനും അപ്പുറമായി ആരും എന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കേണ്ടതിന് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അതിമഹത്തായ ഈ വെളിപാടുകളാൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം നൽകപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതകളെപ്പറ്റി പ്രശംസിക്കും. തന്മൂലമാണ് ക്രിസ്തുവിന് വേണ്ടിയുള്ള ബലഹീനതകൾ, പരിഹാസങ്ങൾ, ഞെരുക്കങ്ങൾ, പീഡനങ്ങൾ, വൈഷമ്യങ്ങൾ എന്നിവയിൽ ഞാൻ ആനന്ദിക്കുന്നത്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഞാൻ എന്നെ തന്നെ ഒരു ഭോഷനാക്കി. നിങ്ങളാണ് അതിലേക്ക് എന്നെ നയിച്ചത്. നിങ്ങൾ എന്നെ പുകഴ്ത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിസ്സാരനെങ്കിലും അതിശ്രേഷ്ഠരായ അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും താഴ്ന്നവനല്ല. അപ്പോസ്തലന്റെ ലക്ഷണങ്ങളായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും മഹാസഹിഷ്ണുതയോടും കൂടി നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞാൻ നിങ്ങൾക്കൊരിക്കലും ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ മറ്റ് സഭകളെക്കാൾ നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് കുറവ് വന്നിട്ടുള്ളത്? ഈ തെറ്റ് എന്നോട് ക്ഷമിച്ചാലും. ഇപ്പോൾ 3-ാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഭാരമാവുകയില്ല. കാരണം എനിക്ക് വേണ്ടത് നിങ്ങൾക്കുള്ളവയെ അല്ല, നിങ്ങളെ തന്നെയാണ്. അമ്മയപ്പന്മാർക്ക് വേണ്ടി മക്കളല്ല, മക്കൾക്ക് വേണ്ടി അമ്മയപ്പന്മാരത്രേ സമ്പാദിച്ചു വെക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എനിക്കുള്ളതെല്ലാം വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുകയും ഞാൻ തന്നെ നിങ്ങൾക്കായി ചിലവായി പോവുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായിട്ടോ സ്നേഹിക്കുന്നത്? അതെന്തായാലും ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തിയില്ല. എന്നിട്ടും നിങ്ങൾ കരുതുന്നത് ഞാൻ കൌശലക്കാരനായി നിങ്ങളെ വഞ്ചിച്ചുവെന്നോ? നിങ്ങളുടെ അടുക്കലയച്ച ആരിൽ കൂടെയെങ്കിലും ഞാൻ നിങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ടോ? ഞാൻ തീത്തോസിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഒരു സഹോദരനെയും അയാളോടുകൂടെ അയച്ചു. തീത്തോസ് നിങ്ങളെ വഞ്ചിച്ചുവോ? ഞങ്ങൾ ഒരേ മനോഭാവത്തോടെ പ്രവർത്തിക്കുകയും ഒരേ മാർഗം പിന്തുടരുകയുമല്ല ചെയ്തത്. ഞങ്ങൾ ഇത്രത്തോളം ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നുവെന്നാണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്? വാസ്തവത്തിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ എന്ന നിലയിൽ ദൈവമുമ്പാകെയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രിയ സ്നേഹിതരെ, അവയെല്ലാം നിങ്ങളുടെ ആത്മീയ പോഷണത്തിന് വേണ്ടിയാണ്. ഞാൻ വരുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ നിങ്ങൾ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് ഭയപ്പെടുന്നു. ഷണ്ഠ, ഈർഷ്യ, ക്രോധം, ഭിന്നത, അപവാദം, ഏഷണി, അഹങ്കാരം, കലഹം എന്നിവ ഉണ്ടായിരിക്കുമോ എന്നും എനിക്ക് ആശങ്കയുണ്ട്. ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ താഴ്ത്തുമെന്നും പാപം ചെയ്തിട്ട് തങ്ങൾ ഏർപ്പെട്ടിരുന്ന അശുദ്ധി, ലൈംഗിക അധർമ്മം, വ്യഭിചാരം എന്നിവയെപ്പറ്റി അനുതപിക്കാത്ത പലരെപ്പറ്റിയും സങ്കടപ്പെടേണ്ടി വരുമെന്നും ഞാൻ ഭയപ്പെടുന്നു. 2 കൊരിന്ത്യർ അധ്യായം 13. ഇപ്പോൾ 3-ാം തവണയാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കുവാൻ പോകുന്നത്. ഏത് കാര്യവും 2-3 സാക്ഷികളുടെ മൊഴിയാൽ ഉറപ്പാക്കേണ്ടതാണ്. ഇനി ഞാൻ അവിടെ വരുമ്പോൾ മുമ്പ് പാപം ചെയ്തവരോടും മറ്റാരോടും വിട്ടുവീഴ്ച കാണിക്കുകയില്ല. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നുവെന്നതിന് നിങ്ങൾ ആവശ്യപ്പെട്ട തെളിവായിരിക്കും അത്. നിങ്ങളോട് ഇടപെടുന്നതിൽ ക്രിസ്തു ബലഹീനനല്ല. നിങ്ങളുടെ ഇടയിൽ അവിടുന്ന് ശക്തൻ തന്നെ. ബലഹീനതയിൽ അവിടുന്ന് ക്രൂശിക്കപ്പെട്ടുവെങ്കിലും ദൈവശക്തിയാൽ ജീവിക്കുന്നു.
അതുപോലെ ഞങ്ങളും ക്രിസ്തുവിൽ ബലഹീനരെങ്കിലും നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടതിന് ദൈവത്തിന്റെ ശക്തിയാൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ഇല്ലെങ്കിൽ ഈ പരീക്ഷയിൽ നിങ്ങൾ തോറ്റിരിക്കുന്നു. ക്രിസ്തു യേശു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ പരീക്ഷയിൽ ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾ ഒരു തിന്മയും ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരീക്ഷയിൽ പതറിയിട്ടില്ല എന്ന് ജനങ്ങൾ കാണണമെന്നല്ല, പിന്നെയോ ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാൽ പോലും നിങ്ങൾ നന്മ ചെയ്യുന്നവരായിരിക്കണം എന്നതിനത്രേ. സത്യത്തിന് അനുകൂലമായിട്ടല്ലാതെ പ്രതികൂലമായി ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങൾ പരിപൂർണത പ്രാപിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എനിക്ക് തന്ന അധികാരം നിങ്ങളുടെ ആത്മിക വർധനയ്ക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല. ഞാൻ വരുമ്പോൾ ഈ അധികാരം ഉപയോഗിക്കുന്നതിൽ കാർക്കശ്യം വരാതിരിക്കുവാനാണ് അകലെയിരുന്ന് ഈ കാര്യങ്ങൾ എഴുതുന്നത്. ഒടുവിൽ സഹോദരരെ, നിങ്ങൾക്ക് വന്ദനം. പൂർണ്ണത ലക്ഷ്യമാക്കുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഒരേ മനസ്സുള്ളവരായി സമാധാനത്തിൽ ജീവിക്കുവിൻ. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ. സകല വിശുദ്ധരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.